തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ, ആരാധനയൻ യേശുവേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മാറാനാത്ത ദൈവവചന ശുശ്രൂഷകളിലേക്ക് രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും സ്വാഗതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം സങ്കീർത്തന പുസ്തകം 31 അധ്യായം അതിൽ 20 തിരുലിഖിതം. അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു. മറവിൽ, തൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറയ്ക്കുന്ന ദൈവം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. ഓ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഓരോരുത്തരും എഴുന്നള്ളി വരണമേ. വചനം ശ്രവിക്കാൻ, പ്രാർത്ഥിക്കാൻ, ദൈവിക അഭിഷേകം പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ വന്ന് ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ, ഉണർത്തണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാവനാത്മനേ സ്നേഹരൂപിയേ, പാപിയാണെൻ്റെ ഉള്ളിലും പരിശുദ്ധാത്മാവേ പാപം നീക്കുവാൻ മാർഗം കാട്ടുവാൻ പാവന ദീപമായി തെളിയണമേ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പാവനാത്മനേ പരിശുദ്ധാത്മാവേ രൂപിയേ, പാപിയാണെൻ്റെ ഉള്ളിലും വരണമേ. പാപം നീക്കുവാൻ മാർഗം കാട്ടുവാൻ പാവന ദീപമായി തെളിയണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുന്നു. ആത്മാവേ പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ വ്യാപരിക്കണമേ. ഈ നിമിഷങ്ങൾ അഭിഷേക നിമിഷങ്ങളാക്കണമേ. ഹൃദയങ്ങളെ തുറക്കണമേ. അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളെ തുറക്കണമേ. ക്ഷീണം, മടുപ്പ്, മന്ദത, മരവിപ്പ് ഇതെല്ലാം പരിശുദ്ധാത്മാവേ അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്താൽ എരിയിച്ച് കളയണമേ. എല്ലാ ഹൃദയങ്ങളും തുറക്കണമേ. ഹൃദയങ്ങളിൽ മുളച്ചു പൊന്തിയിരിക്കുന്ന വിഷമുള്ളുകളെ പരിശുദ്ധാത്മാവെ ദിവ്യ സ്നേഹാഗ്നിയാൽ എരിയിപ്പിച്ച് ദൈവവചനത്തിന് വേണ്ടി ഓരോ ഹൃദയങ്ങളെയും ഓരോ ആത്മാക്കളെയും ഇപ്പോൾ ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഉറക്കെ വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ അടിയങ്ങൾ പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ നിറയണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, അടിയങ്ങൾ ഞങ്ങളിൽ നിറയണമേ. ദൈവത്തിന്റെ ആത്മാവേ അടിയങ്ങൾ നിറയണമേ. പരിശുദ്ധാത്മാവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സങ്കീർത്തന പുസ്തകം 31 അധ്യായം 20 തിരുലിഖിതം. അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു. നിന്ദാവചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചു വെച്ചു. ദൈവത്തിൻ്റെ
ഒരു പ്രത്യേകമായ ഇടപെടലിൻ്റെ രീതിയാണിത്. ദൈവം തൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിക്കുന്ന ദൈവമാണ്. തകർന്നവന് എന്നും ദൈവം സങ്കേതമാണ്. പരാജിതന് എന്നും ദൈവം സങ്കേതമാണ്. ആരുമില്ലാത്തവന് എന്നും ദൈവം സങ്കേതമാണ്. എല്ലാം കൈവിട്ടു പോയവന് എന്നും ദൈവം സങ്കേതമാണ്. ഒരു ഉദാഹരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായം 1 മുതൽ 11 വരെ വാക്യങ്ങളിലുണ്ട്. ദൈവപുത്രനായ യേശുക്രിസ്തു ഒലിവ് മലയിൽ നിന്ന് അവൻ പ്രഭാതത്തിൽ ദേവാലയത്തിലേക്ക് ജനങ്ങളെ പഠിപ്പിക്കുവാൻ വേണ്ടി വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കൽ വന്നു. അവൻ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇതാ ചില ജനപ്രമാണിമാർ ഒരു സ്ത്രീയെ അവൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഗുരു, ഇവൾ വ്യഭിചാരത്താൽ പിടിക്കപ്പെട്ടവളാണ്. കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് മോശയുടെ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവളെ എന്തു ചെയ്യണം? അങ്ങ് എന്തു പറയുന്നു? സമുദ്രം പോലെ സ്നേഹം നിറഞ്ഞ ദൈവം ഇവരുടെ ചോദ്യങ്ങളുടെ മുമ്പിൽ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. പ്രത്യേകിച്ച് ഒരു പ്രതികരണവും നൽകിയില്ല. അപ്പോൾ അവർ വീണ്ടും ചോദിക്കുകയാണ്, പറയൂ ഞങ്ങൾ എന്തു ചെയ്യണം? ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കല്ലെറിയട്ടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവപുത്രനായ യേശു ആ തകർന്ന ആത്മാവിനോട് അതിരറ്റ കരുണ കാണിക്കുന്ന ഒരു ഇടപെടലാണ് ചെയ്തത്. അവൻ പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം ഇവളെ കല്ലെറിയട്ടെ. ഓരോരുത്തരായി അവരുടെ കല്ലുകൾ അവിടെ തന്നെ ഇട്ടിട്ട് അവർ പിന്തിരിഞ്ഞു പോയി. അവസാനം ആ സ്ത്രീ മാത്രം അവിടെ അവശേഷിച്ചു. അപ്പോൾ യേശു ആ സ്ത്രീയോട് ചോദിച്ച്, ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? അപ്പോൾ ആ സ്ത്രീ പറയുകയാണ്, ഇല്ല എൻ്റെ ഗുരു, ആരും എന്നെ കുറ്റം വിധിച്ചില്ല. യേശു പറഞ്ഞു, ഞാനും നിന്നെ കുറ്റം വിധിക്കുന്നില്ല. ഇനി മേലിൽ നീ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, തെറ്റിൽ പിടിക്കപ്പെട്ട് മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണ്ടവളായ ഒരു സഹോദരിയെ, ഒരു സ്ത്രീയെയാണ് ഇതുപോലെ തൻ്റെ സ്നേഹത്തിൻ്റെ മറവിൽ, തൻ്റെ സ്നേഹത്തിൽ സംരക്ഷിച്ച് തൻ്റെ അത്ഭുത കാരുണ്യത്താൽ പരിപാലിച്ച് നിർത്തിയത്. വിശുദ്ധ ലിഖിതത്തിൽ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മത്തായിയുടെ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ രംഗമുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 1-2 തിരുലിഖിതങ്ങൾ. അക്കാലത്ത് ഒരു സാപത്തിൽ യേശു ഗോതമ്പ് വയലിലൂടെ കടന്നു പോവുകയായിരുന്നു. അവൻ്റെ ശിഷ്യന്മാർക്ക് വിശന്നു. അവർ കതിരുകൾ പറിച്ച് തിന്നാൻ തുടങ്ങി. ഫരിസയർ ഇത് കണ്ടു. അവർ കുപിതരായി. അവർ ഓടി വന്നു പറഞ്ഞു, ഗുരു, നോക്കൂ, നിന്റെ ശിഷ്യന്മാർ സാപത്തിൽ നിഷിദ്ധമായത് ചെയ്യുന്നു. ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണത്. പക്ഷേ യേശു അവരെ കുറ്റപ്പെടുത്തിയില്ല. യേശു അവരെ ശിക്ഷിച്ചില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതാണ് ശ്ലീഹായുടെ പ്രബോധനത്തിൻ്റെ പശ്ചാത്തലം. അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ എഫെസോസ് ലേഖനത്തിൽ 3-ാം അധ്യായം 18-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. എല്ലാ വിശുദ്ധരോടുമൊപ്പം യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. എല്ലാത്തിനെയും മറയ്ക്കുന്ന സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. എല്ലാത്തിനെയും മറയ്ക്കാൻ മാത്രം വിപുലമായ സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. സകലത്തെയും മറയ്ക്കുന്ന സ്നേഹമാണ് യേശുവിൻ്റെ സ്നേഹം. സകലത്തെയും മറയ്ക്കുന്നവനാണ് യേശു ക്രിസ്തു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇപ്പോൾ ഒരു ചെറിയ ടവലുണ്ടെന്നിരിക്കട്ടെ. ആ ഒരു ടവല് കൊണ്ട് നമ്മളിരിക്കുന്ന മുറി മുഴുവൻ മറയ്ക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം അത് പരിമിതമായ സ്പേസ് ഉള്ള ഒരു കാര്യമാണ്. ആ ടവല് കൊണ്ട് നമ്മളിരിക്കുന്ന റൂം മുഴുവൻ മറയ്ക്കാൻ നമുക്ക് പറ്റില്ല. എന്നാൽ നിങ്ങളൊരു മുണ്ടിനെ കുറിച്ച് സങ്കല്പിക്കുക. അതിൻ്റെ നീളവും വീതിയും അളക്കാൻ പറ്റില്ല. എത്ര നീളം ചെന്നാലും എത്ര ദൂരം നടന്നാലും അതിൻ്റെ അറ്റത്തെത്തുകയില്ല. അത്രയും വലുപ്പമുള്ള ഒരു മുണ്ടിനെ കുറിച്ച് നിങ്ങൾ സങ്കല്പിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആ റൂം മാത്രമല്ല, ആ കെട്ടിടം മുഴുവൻ വേണമെങ്കിൽ മറയ്ക്കാം. ഇതാണ് ശ്ലീഹ പറയണത്.
ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ഉയരവും ആഴവും ഗ്രഹിക്കാൻ എല്ലാ വിശുദ്ധരോടൊപ്പം നിങ്ങൾക്ക് ദൈവം ശക്തി തരട്ടെ. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിൽ സംഭവിക്കുന്ന ഏതൊരു കാര്യത്തിലും നമ്മുടെ ദൈവത്തിന് നമ്മളെ രക്ഷിക്കാൻ കഴിയും. അവിടുത്തെ സ്നേഹം അറ്റമില്ലാത്ത സ്നേഹമാണ്. കിഴക്കോട്ട് നടന്നാലും പടിഞ്ഞാറോട്ട് നടന്നാലും ആ സ്നേഹത്തിൻ്റെ അതിർത്തിയിൽ എത്തുകയില്ല. മുകളിലേക്ക് നടന്നാലും താഴത്തേക്ക് പോയാലും ആ സ്നേഹത്തിൻ്റെ അതിർത്തിയിൽ എത്തുകയില്ല. ഹല്ലേലൂയ. ആ സ്നേഹമാണ് നമ്മളെ എല്ലാ കാര്യത്തിലും മറയ്ക്കുന്നത്. ദൈവത്തിൻ്റെ വചനത്തിൽ വളരെ വ്യക്തമായി സങ്കീർത്തന പുസ്തകത്തിൽ 31-ാം അധ്യായത്തിൽ 20-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, അങ്ങ് അവരെ മനുഷ്യരുടെ ഗൂഢാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിച്ചു. നിന്ദാവചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചു വെച്ചു. ദിനവൃത്താന്തത്തിൻ്റെ 1-ാമത്തെ പുസ്തകം അതിൽ 17-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. 1 ദിനവൃത്താന്തം 17, 19, 20 തിരുലിഖിതങ്ങൾ. കർത്താവേ, ഈ ദാസന് വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസാ ചെയ്തിരിക്കുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ കുറേ വീഴ്ചകളുണ്ട്, കുറേ പരാജയങ്ങളുണ്ട്. അതൊന്നും ദൈവം കണക്കാക്കുന്നില്ല. ദാവീദ് ജീവിതത്തിൻ്റെ അവസാനത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവം കണക്കില്ലാതെ ചെയ്ത സ്നേഹത്തിൻ്റെ അനുഭവങ്ങൾ, സ്നേഹത്തിൻ്റെ ഇടപെടലുകളാണ് ദാവീദിന് ഓർമ്മ വരുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ മറച്ച സംഭവങ്ങളാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദിയോടെ ദാവീദ് പറയുന്ന വചനമാണ് 1 ദിനവൃത്താന്തം 17-ാം അധ്യായം 19, 20 വാക്യങ്ങൾ. കർത്താവേ, ഈ ദാസന് വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസാ ചെയ്തു തന്നിരിക്കുന്നു. കർത്താവേ, അങ്ങയെപ്പോലെ മറ്റൊരു ദൈവത്തെ പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല. അങ്ങയെപ്പോലെ മറ്റൊരു ദൈവത്തെ പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല. യെശയ്യായുടെ പുസ്തകത്തിൽ 51-ാം അധ്യായം അതിൽ 16-ാം തിരുലിഖിതം. യെശയ്യാ 51:16. ആകാശത്തെ വിരിച്ചും ഭൂമിക്ക് അടിസ്ഥാനമിട്ടും സിയോനോട് നീ എൻ്റെ ജനമാണെന്ന് പറഞ്ഞും എൻ്റെ വചനം ഞാൻ നിൻ്റെ അധരങ്ങളിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഇതാ എൻ്റെ കരത്തിൻ്റെ തണലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. യെശയ്യായുടെ പുസ്തകത്തിൽ 49-ാം അധ്യായത്തിൽ 2-ാം വാക്യം. തൻ്റെ കൈയുടെ നിഴലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. എൻ്റെ കൈയുടെ നിഴലിൽ ഞാൻ നിന്നെ മറച്ചിരിക്കുന്നു. യെശയ്യായുടെ പുസ്തകം 65-ാം അധ്യായത്തിൽ 16-ാം തിരുലിഖിതം. മുൻകാല ക്ലേശങ്ങൾ ഞാൻ മറന്നിരിക്കുന്നു, അവ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. സകലത്തെയും മറയ്ക്കുന്നവനുമായ ഒരു ദൈവമുണ്ട്. എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കും, നാട്ടുകാരുടെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കും, ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കും, പിശാചിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കും. എല്ലാത്തിനെയും മറയ്ക്കുന്നവനുമായ ഒരു ദൈവമുണ്ട്. മനുഷ്യരുടെ നിന്ദാവചനങ്ങൾ ഏൽക്കാതെ തൻ്റെ സാന്നിധ്യത്തിൻ്റെ മറവിൽ ഒളിപ്പിക്കുന്ന ഒരു ദൈവം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരുപക്ഷെ ജീവിതത്തിൽ ചിലപ്പോൾ ചില വീഴ്ചകളും പരാജയങ്ങളും സംഭവിക്കാം. ചിലപ്പോൾ പാളിപ്പോകാം, ചിലപ്പോൾ അധപ്പതിക്കാം, ചിലപ്പോൾ തെറ്റുകൾ പറ്റാം. എങ്കിലും ജീവിക്കുന്ന ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് നൽകുന്ന നിർദ്ദേശം എങ്ങനെയാണ്? നിന്റെ സൃഷ്ടാവായ നിന്റെ ദൈവം, നിന്നെ മെനഞ്ഞെടുത്ത നിന്റെ കർത്താവ്, ആ കർത്താവ് തൻ്റെ അനന്ത സ്നേഹത്തിൽ നിന്നെ മറയ്ക്കുന്നവനാണ്. നിന്റെ തെറ്റുകൾ മറയ്ക്കാൻ മാത്രം വലുപ്പമുള്ളതാണ് ദൈവത്തിൻ്റെ സ്നേഹം. നീ തിരിച്ചു വരുമെങ്കിൽ അവിടുത്തെ സന്നിധിയിൽ അവിടുന്ന് നിന്നെ പുനഃസ്ഥാപിക്കും. നീ ഒന്ന് മനസ്സ് വെച്ചാൽ, നീ ഒന്ന് തിരിഞ്ഞു നടന്നാൽ അവിടുന്ന് നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കുന്നവനാണ്. കണ്ണുകൾ അടച്ചു പിടിക്കാം, കരങ്ങൾ രണ്ടും തുറന്നു പിടിക്കാം. നമ്മുടെ സ്രഷ്ടാവ്, നമ്മളെ കരങ്ങൾ കൊണ്ട് മെനഞ്ഞെടുത്തവൻ, സ്നേഹത്തിന് പരിധിയില്ലാത്തവനായ കർത്താവ്. യാക്കോബ് 1:5 പറയുന്നു, കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്ന ദൈവം. ആ ദൈവം ഇന്ന് എന്നെയും നിന്നെയും വിളിക്കുകയാണ്. ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, ഞാൻ നിന്നെ ശാസിക്കും ദൈവം. ദൈവമേ, ഞാൻ നിന്നെ സ്നേഹിക്കും ദൈവം, പിതാവേ, ഞാൻ നിന്നെ ശാസിക്കും ദൈവം. അപ്പാ, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും
സുരജീവദായകൻ ദൈവം. കുറ്റപ്പെടുത്താതെ സ്നേഹിക്കുന്ന പിതാവേ, ഞാൻ നിന്റെ മുറിവുകൾ സൗഖ്യപ്പെടുത്തും സുരജീവദായകൻ ദൈവം. പിതാവേ, ഭയപ്പെടേണ്ട മകനെ മകളെ, അപ്പാ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ എല്ലാം മറയ്ക്കുന്ന കൺമണിയേ, കർത്താവേ, ഞാൻ നിന്റെ അങ്ങയുടെ സ്നേഹത്തിന് നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കാൻ ആർക്ക് കഴിയും കർത്താവേ? ഭയപ്പെടേണ്ട മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരത്തിന്റെ തണലിൽ മറയ്ക്കുന്ന കർത്താവേ, ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്റെ കൂടെയില്ലേ. ഈ നിമിഷങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അത്ഭുത പ്രവാഹം അനേകം ഹൃദയങ്ങളിലേക്ക് ദാനമായി അവിടുന്ന് നൽകുന്നു. കുറ്റബോധം, നിരാശ, ആത്മഹത്യാ ചിന്ത, മനപ്രയാസങ്ങൾ, എനിക്ക് എൻ്റെ ജീവിതം തകർന്നു എന്ന ഭാരചിന്ത, ഇങ്ങനെയുള്ള ഒരുപാട് അന്ധകാരത്തിൻ്റെ കോട്ടകൾ തകരുന്ന നിമിഷങ്ങളാണിത്. മക്കളെ, കരങ്ങൾ രണ്ടും പിതാവായ ദൈവത്തിങ്കിലേക്ക് ഉയർത്തി ഹൃദയം നുറങ്ങി ഏതാനും നിമിഷങ്ങൾ അവിടുത്തെ സന്നിധിയിൽ അവിടുത്തെ ആരാധിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ ഇരുന്ന് കണ്ണുകൾ അടച്ച് ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തി മനസ്സ് തുറന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഉന്നതമായ ദൈവത്തിൻ്റെ അത്ഭുത പ്രവാഹം, ദൈവ സ്നേഹത്തിൻ്റെ അത്ഭുത പ്രവാഹം, ദൈവാത്മാവിൻ്റെ അത്ഭുത പ്രവാഹം ഓരോ ഹൃദയങ്ങളിലേക്കും സന്ധിബന്ധങ്ങളിലേക്കും നാഡീ ഞരമ്പുകളിലേക്കും രക്തധമനികളിലേക്കും മാംസപേശികളിലേക്കും പ്രവഹിക്കട്ടെ കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാടി തളർന്നിരിക്കുന്ന അങ്ങയുടെ അവകാശം ഇപ്പോൾ പൂർവ്വസ്ഥിതി പ്രാപിക്കട്ടെ. ഓ കർത്താവേ, അങ്ങയുടെ അഭിഷേകത്തിൻ്റെ പുതുമഴ ഇപ്പോൾ ഹൃദയങ്ങളിലേക്ക് സമൃദ്ധമായി കോരിച്ചൊരിയണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ മക്കളും പ്രാർത്ഥിക്കുന്നു. മകനെ മകളെ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനിയൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഞാൻ നിന്റെ കൂടെയില്ലേ. എഫേസോസ് 3:18 എല്ലാ വിശുദ്ധരോടുമൊപ്പം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ നീളവും വീതിയും ആഴവും ഉയരവും ഗ്രഹിക്കാൻ നിങ്ങൾക്ക് ശക്തി ലഭിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, മാറാനാത്ത. സകല ജനതകളെയും തൻ്റെ സ്നേഹത്താൽ നിത്യതയിലേക്ക് ക്ഷണിക്കുന്ന കർത്താവ് ദിവ്യകാരുണ്യ രൂപനായി എഴുന്നള്ളിയിരിക്കുന്ന നിമിഷമാണിത്. ഈ നിമിഷങ്ങളിൽ ക്ഷീണിതരും തളർന്നവരും ദുഃഖിതരും രക്ഷിതാവായ യേശു ക്രിസ്തുവിലേക്ക് കരങ്ങൾ ഉയർത്തട്ടെ. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു, തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെ മേലും അവിടുന്ന് തന്നെ സമ്പത്ത് വർഷിക്കുന്നു. ഈ നിമിഷങ്ങളിൽ അവിടുത്തെ പരിശുദ്ധ നാമത്തെ വിളിച്ചപേക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് അനേകരെ ഉണർത്തുകയാണ്. കടബാധ്യതയുള്ളവർ, സാമ്പത്തികമായി അടിക്കടി തകർച്ച അനുഭവപ്പെടുന്നവർ, പലതരത്തിലുള്ള പൈശാചിക പീഡകളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, പലതരത്തിലുള്ള കുടുംബ പ്രശ്നങ്ങളാൽ തകരുന്നവർ, സ്നേഹിക്കാൻ പറ്റാത്തവർ, കഠിന വെറുപ്പിനാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവർ, മദ്യപാനത്തിന് ലഹരി വസ്തുക്കൾ അടിമപ്പെട്ട് കിടക്കുന്നവർ, ശത്രു പീഡകളാൽ നശിച്ചുകൊണ്ടിരിക്കുന്നവർ, എല്ലാവരും കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തി ഇപ്പോൾ രക്ഷിതാവായ യേശുവിൻ്റെ അത്ഭുത ശക്തി വ്യാപരിക്കാൻ വേണ്ടി ആഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം മക്കൾക്ക് വേണ്ടി അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി മഹനീയ കാര്യങ്ങൾ ചെയ്യുന്നവനായ ദൈവമേ, സകലത്തിലും സകല കാര്യങ്ങളിലും ഞങ്ങളോട് സ്നേഹത്തോടെ ഇടപെടുന്ന കർത്താവേ, അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിച്ച്
സാത്താൻ്റെ എല്ലാ കോട്ടകളും തകരട്ടെ. എല്ലാ സാത്താന്യ കോട്ടകളും യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ ഛിന്ന ഭിന്നമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗങ്ങൾ യേശുനാമത്തിൽ തകരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവെ, കടബാധ്യത കെട്ടുകൾ അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങൾക്കുണ്ടാകുന്ന കൂടെ രോഗങ്ങൾ വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. Hallelujah, Maranatha. Lord Jesus. പേര് ജയ്മോൻ എന്നാണ്. ഞാൻ വരുന്നത് തൃശ്ശൂർ ചുവന്നമൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ 2007 ഡിസംബറിനോട് ധ്യാനത്തിൽ വന്നപ്പോൾ എനിക്ക് രോഗപീഠ ഉണ്ടായിരുന്നു. അതിതാണ് പൈൽസ് എന്ന് പറയുമ്പോൾ അത് അത്രയും ബുദ്ധിമുട്ടുള്ള അവസ്ഥ. അത് രക്തം പോകുന്ന അവസ്ഥയിൽ ഞാൻ വന്നത്. ഞായറാഴ്ച, തിങ്കൾ, ചൊവ്വ 3 ദിവസത്തോടെ ധ്യാനം കൂടി. ബുധനാഴ്ച ആരാധന നേരത്തെ അച്ഛൻ വിളിച്ചു പറഞ്ഞു, 2 മക്കൾക്ക് പൈൽസിൽ നിന്ന് കർത്താവ് സൗഖ്യം നൽകണമെന്ന്. ആ നിമിഷം തന്നെ എന്നിൽ നിന്ന് ആ അസുഖം വിട്ടുപോയി. പിന്നെ ഇന്ന് വരെ എനിക്ക് ആ ഒരു അസ്വസ്ഥതയോ അങ്ങനെ ചിന്തയോ ഉണ്ടായിട്ടില്ല. എന്ത് ജോലിയാണ് ചെയ്യണത്? ഞാൻ ഡ്രൈവറാണ്. ഡ്രൈവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ് ഈ പൈൽസ് രോഗം. അതുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടിരിക്കുമ്പോഴാണ് ധ്യാനത്തിന് വന്നത്. ബുധനാഴ്ച ദിവസം ആരാധന നടത്തിക്കൊണ്ടിരിക്കുമ്പം 2 പേരുടെ പൈൽസ് രോഗം കർത്താവ് സൗഖ്യപ്പെടുത്തുന്നതൊരു മെസ്സേജ് ഉണ്ടായി. ആ സമയത്ത് ശരീരത്തിൽ നിന്ന് രോഗബന്ധനം വിട്ടുപോയി എന്ന് വ്യക്തമായി ഇദ്ദേഹത്തിന് അനുഭവം കിട്ടി. അതാണ് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നെ ആ രോഗം അലട്ടിയിട്ടുണ്ടോ? ആ രോഗം പിന്നെ ബുദ്ധിമുട്ട് പിന്നെ ഇന്ന് വരെ ആ രോഗത്തിന്റെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഇരുവശത്തും തോളിൽ കരങ്ങളിട്ട് ഇടത്തോട്ടും വലത്തോട്ടും അനങ്ങി പാട്ടുപാടി കർത്താവിനെ ആരാധിക്കാം. സൈന്യബലത്താലല്ല, കരബലത്താലുമല്ല, എന്റെ ആത്മാവിനാലാണ്, എന്റെ ആത്മാവിനാലാണ്.